നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിദേശത്ത് നിന്ന് വരുന്നവരിൽ കോവിഡ് രോഗികൾ ഉണ്ടെങ്കിലും അവരെ കൊണ്ടുവരണമെന്ന് തന്നെയാണ് സർക്കാരിന്റെ നിലപാടെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരിക്കുന്നത്. കോവിഡ് ബാധിച്ചവർ നമുക്കൊപ്പം വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന സർക്കാർ നിലപാടെടുത്തുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. മുൻകരുതൽ ഇല്ല എങ്കിൽ രോഗവ്യാപന തോത് കൈവിട്ടു പോകും. ഈ ജാഗ്രതയുടെയും മുൻകരുതലിന്റെയും ഭാഗമായാണ് വിദേശത്ത് നിന്ന് വരുന്നവർക്ക് അവർ പുറപ്പെടുന്നിടത്ത് കോവിഡ് പരിശോധന വേണമെന്ന സർക്കാർ പറഞ്ഞത്. ഇത് കേന്ദ്രത്തിന് മുന്നിൽ തുടക്കത്തിൽ തന്നെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. വന്ദേ ഭാരത് മിഷനിൽ കൂടി ആളുകളെ കൊണ്ടുവരുന്നതിന് കേന്ദ്രം നടപടിയെടുത്തപ്പോൾ അങ്ങനെ വരുന്നവർക്കും കോവിഡ് ടെസ്റ്റ് വേണമെന്ന് തന്നെയാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ മാസം ആദ്യം സ്പൈസ് ജെറ്റിന്റെ 300 ചാർട്ടേഴ്സ് വിമാനങ്ങൾക്ക് സർക്കാർ NOC നൽകിയിരുന്നു. കോവിഡ് നെഗറ്റീവ് ആകുന്നവരെ കൊണ്ടുവരാവൂ എന്നാണ് സ്പൈസ് ജെറ്റ് അറിയിച്ചത്. ചില സംഘടനകൾ ചാർട്ടേഴ്സ് ഫ്ലൈറ്റിന് അനുവാദം ചോദിച്ചപ്പോൾ സർക്കാർ അതും നൽകി. ചാർട്ടേഴ്സ് ഫ്ലൈറ്റുകളിൽ സ്പൈസ് ജെറ്റ് പരിശോധന നടത്തിയാണ് വന്നതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി കഴിഞ്ഞു. രോഗമുള്ളവരെയും ഇല്ലാത്തവരെയും ഇടകലർത്തി ഒരേ വിമാനത്തിൽ കൊണ്ടുവരാൻ ആകില്ല. അത് വലിയ അപകടമായി മാറും. ഇതുമായി ബന്ധപ്പെട്ട പരിശോധന സുഗമമാക്കുവാൻ എംബസികൾ വഴി ഇടപെടൽ കേന്ദ്രം നടത്തണം. ഇതാണ് പ്രധാനമന്ത്രിയോട് സംസ്ഥാനം ആവശ്യപ്പെട്ടതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 53 പേർ വിദേശത്ത് നിന്ന് എത്തിയവരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ 19 പേരാണ്. സമ്പർക്കം മൂലം 3 പേർക്കാണ് രോഗം ബാധിച്ചത്. വിദേശ രാജ്യങ്ങളിൽ ഇന്നലെ വരെ 277 മലയാളികൾ രോഗം ബാധിച്ച് മരിക്കുകയുണ്ടായി. രാജ്യത്തിനകത്ത് വിവിധ നഗരങ്ങളിലായി കേരളീയർ കോവിഡ് ബാധിച്ച മരണമടയുന്ന വാർത്ത കേൾക്കുന്നുണ്ട്. ഇന്നും ഡൽഹിയിൽ കോവിഡ് ബാധിച്ച ഒരു മലയാളി മരിക്കുന്ന അവസ്ഥയുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതെല്ലാം നൽകുന്ന സൂചന നമ്മൾ നേരിടുന്ന അവസ്ഥ ഗുരുതരമാണെന്നാണ്. അതുപോലെ തന്നെ ഈ രോഗം കൂടുതൽ പേരിലേക്ക് പകരുന്നത് ഒഴിവാക്കുവാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്.